വളരെ സങ്കടകരമായിട്ടുള്ള ഒരു സംഭവം കഴിഞ്ഞ ദിവസം അറിഞ്ഞത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ കൊല്ലം ശക്തികുളങ്ങര ഒരു ക്ഷേത്രോത്സവ ഘോഷയാത്രയ്ക്കുള്ളിൽ പെട്ടുപോയതിൻ്റെ പേരിൽ വാക്കുതർക്കമുണ്ടാവുകയും സ്വന്തം മകൻ്റെ പ്രായമുള്ള 18 വയസ്സുകാരനായ ഹരികൃഷ്ണനെ സ്വന്തം സഹോദരങ്ങളുടെ മുമ്പിലിട്ട് പട്ടിയെ തല്ലുന്നതിനും മോശമായ രീതിയിൽ, പട്ടിയെപ്പോലും ഇങ്ങനെ ആരും ചിലപ്പോൾ തല്ലിയിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പയ്യനെ തല്ലി ബോധരഹിതനാക്കി കോമയിൽ കഴിയുന്ന ആ പയ്യൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അവൻ്റെ ശരീരം, നിർജീവമറ്റ ശരീരം കുടുംബത്തിൽ ചെന്നപ്പോൾ ആ മാതാവിൻ്റെ കരച്ചിൽ ആരുടെയും ഹൃദയം ഭേദിപ്പിക്കുന്ന ഒന്നാണ്. ആ പ്രായത്തിലുള്ള മക്കളൊക്കെ ഉള്ള ഒരാളാണ് ഞാനും. ചിലപ്പോൾ ഈ കേൾക്കുന്ന നിങ്ങളുമൊക്കെ അങ്ങനെയുള്ളവരായിരിക്കും. നമ്മുടെ മക്കൾക്കാണ് ഈ ഒരു അവസ്ഥ വന്നെങ്കിൽ എന്തു സുരക്ഷതയുടെ അടിസ്ഥാനത്തിലാണ് ഇതുപോലുള്ള ആരാധനാലയങ്ങളിൽ നമ്മൾ മക്കളെ പറഞ്ഞയക്കുക? അമ്മയുടെ അനുജത്തിയുടെ കുടുംബത്തിലെ ഉത്സവം കാണാൻ പോയ വഴിക്ക് സംഭവിച്ചതാണ്. എത്ര ക്രൂരതയാണ് അവർ ഈ കാണിച്ചു കൂട്ടിയതെന്നാണ് ആലോചിക്കുന്നത്. മദ്യവും മയക്കുമരുന്നും ഒക്കെ അടിച്ച് ഈ ഉത്സവ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്ത് അതിനിടയിൽ പെട്ടുപോകുന്ന ഒരാൾ എന്തെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും പറയുമ്പോൾ ഒരു എതിർത്ത് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ ഇങ്ങനെ മൃഗീയമായ രീതിയിൽ തല്ലി കൊല്ലുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് വളരെ ആശങ്ക ജനിപ്പിക്കുന്ന ഒന്നാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വായിച്ച വാർത്തകൾ അറിയാം. ഒരു ക്ഷേത്ര പരിസരത്ത് മൂത്രമൊഴിച്ചു എന്നത് ചോദ്യം ചെയ്യുകയോ മറ്റാരോട് പറഞ്ഞു എന്നുള്ള കാരണത്തിൽ ഒരു കുഞ്ഞു പയ്യനെ കാറിടിച്ച് കൊന്നിട്ട് പോയ സംഭവങ്ങളുണ്ട്. ഇതുപോലെ ഒത്തിരി സംഭവങ്ങളുണ്ട് പല ആരാധനകൾ. ഇപ്പോൾ ഇന്ന ആരാധനാലയം എന്നൊന്നുമില്ല. ഈ ആഘോഷങ്ങൾ നടക്കുന്ന എല്ലാ ആരാധനാലയങ്ങളിലും പലപ്പോഴും പല സംഘടനകളും ഒക്കെ ചേർന്ന് അത് കയ്യാങ്കളിയിലേക്കും പിന്നെ കൊലപാതകങ്ങളിലേക്കൊക്കെ പോകുന്നു. മനുഷ്യൻ ഇത്രയും ക്രൂരനാവാൻ പാടില്ല എന്നതാണ്. പ്രത്യേകിച്ച് ഒരു വീട്ടിലെ ഒരാൾ നഷ്ടപ്പെടുമ്പോൾ അയാൾ ചെയ്ത കുറ്റത്തിന് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് നമുക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നത്. പക്ഷേ നിയമത്തെ കയ്യിലെടുത്തുകൊണ്ട് പബ്ലിക്കിലിട്ട് ഒരു മനുഷ്യനെ തല്ലിക്കൊല്ലുക, അതും കുഞ്ഞു പയ്യന്മാരെ തല്ലിക്കൊല്ലുക എന്ന് പറയുന്നത് കേരളീയ സമൂഹത്തിന് യോജിച്ചതല്ല. ഇന്നും നാളെയുമൊക്കെ നമ്മളും വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം നരാധമന്മാരുള്ള ഭാഗങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കാൻ നമ്മളും പേടിക്കും. എന്തായാലും ഇതൊരു വലിയ വിഷമതയിലുള്ള ഒരു സംഭവമായി പോയി. ആ കുടുംബത്തിൻ്റെ വിഷമതയിൽ മനസ്സുകൊണ്ട് ഞാനും പങ്കുചേരുന്നു. ഹരികൃഷ്ണൻ്റെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.